ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മാസ് ട്രഷറി. അപ്പോൾ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ കണ്ടു കഴിഞ്ഞു. ഇനിയും മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ അതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് 3 and 5 മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമുക്കറിയാം. 3 × 5 = 15 ആണെന്നറിയാം അല്ലേ? അത് 5 + 5 + 5 റിപ്പീറ്റഡ് അഡീഷൻ, that's equal to 15. 3 × 5 15, 5 × 3 ആയാലും 15. അപ്പോൾ രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവാണ്. ഓൾറെഡി നമ്മൾ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി നെഗറ്റീവ് നമ്പേഴ്സ് ഉൾപ്പെടുന്ന മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. 3 × -5 എന്ത് വരും? 3 × -5 എന്ന് പറയുമ്പോൾ -5 + -5 + -5 അതാണ് 3 times -5, that's equal to -5 -5 -5 എന്നങ്ങ് എഴുതാമല്ലോ. എഴുതാം. that's equal to minus of 5 + 5 + 5, that's equal to -15. 3 × -5 -15 നമുക്ക് കിട്ടി. ഇനി -3 × 5 അതെത്ര വരും നമുക്ക് നോക്കാം. ഇതെത്ര? 3 × 5 15 അല്ലേ? 2 × 5 that's equal to 10. 1 × 5 5. 0 × 5 0. ഇവിടെ ഇങ്ങനെ കുറഞ്ഞ് വരുന്നപ്പോൾ ഇത് 15 10 5 0, അതായത് 5 വീതം കുറഞ്ഞ് വരും. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കുമ്പോൾ ഇനിയും പൂജ്യത്തെക്കാട്ടി ഒന്ന് താഴെയുള്ളത് -1. -1 × 5, അപ്പോൾ ഈ പൂജ്യത്തേക്കാൾ 5 കുറവായിരിക്കുമല്ലോ. 0 - 5 ആയിരിക്കുമല്ലോ. അതെത്ര വരും? -5. അടുത്തത് -2 × 5 എന്ത് വരും? -5നേക്കാട്ടിൽ 5 കുറയും, അതായത് -5 -5 that's equal to -10. -3 × 5 എത്ര വരും? -10ൽ നിന്നും 5 കുറയണം, that's equal to -15. അപ്പോൾ -3 × 5 -15 ആണ്. -3 × 5 is -15. 3 × -5 -15 അല്ലേ? അപ്പോൾ ഒരെണ്ണം പോസിറ്റീവ്, ഒരെണ്ണം നെഗറ്റീവ്. പോസിറ്റീവ് നെഗറ്റീവ്, ഇത് നെഗറ്റീവ് പോസിറ്റീവ്. എങ്ങനെ ആയാലും ആൻസർ ഈസ് നെഗറ്റീവ്. മൾട്ടിപ്ലൈ ദാറ്റ് 3 and 5, 3ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, നെഗറ്റീവ് സൈൻ കൊടുക്കുന്നു. അതാണ്. അപ്പോൾ 3 × -5 -15, -3 × 5 -15 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവാണ് ആൻസർ. ഓക്കെ. ഇനി 2 നെഗറ്റീവ് നമ്പേഴ്സ് വന്നാൽ എങ്ങനെയാണ്? അതായത് -3 × -4 എത്രയാണ്? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. -3 × 4 നമ്മൾ പഠിച്ചു. നെഗറ്റീവും പോസിറ്റീവും വന്നാൽ നെഗറ്റീവാണ്. നെഗറ്റീവ് 4 3 12 നെഗറ്റീവ് അല്ലേ? -3 × 3 4ൽ നിന്ന് കുറച്ചു, എത്ര വരും? ഇതെത്ര? 3 9 മൈനസ് അല്ലേ? -3 × 2 എത്ര വരും? 3 2 6 മൈനസ്. -3 × 1 1 3 3 മൈനസ് -3. -3 × 0 0. ഇവിടെ 4 3 2 1 0 ഇങ്ങനെ 1 വീതം കുറഞ്ഞു വന്നു. -3യെ മൾട്ടിപ്ലൈ ചെയ്ത്
1 വീതം കുറഞ്ഞ് കുറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്താണ് വ്യത്യാസം വന്നത്? -12 -9. -12ൻ്റെ കൂടെ 3 കൂട്ടിയാൽ -9 കിട്ടും അല്ലേ? -12ൻ്റെ കൂടെ 3 കൂട്ടിയാൽ ആണ് -9 വരുന്നത്. 3 കൂടുന്നു, ശരിയല്ലേ? 3 കൂടുന്നു. -12 + 3 ഇതോ -9ൻ്റെ കൂടെ 3 കൂടുമ്പോൾ -6 വരുന്നു. -9 + 3 ഇതോ -3 എന്ന് പറയുന്നത് -6ൻ്റെ കൂടെ 3 കൂടുന്നതാണ്. -6 + 3. ഇവിടെ 0 -3യുടെ കൂടെ 3 കൂടുന്നതാണ്. -3 + 3 അല്ലേ? ഇപ്പോൾ താഴോട്ട് വരുമ്പോൾ ഇവിടെ 4 3 2 1 എന്നിങ്ങനെ ഈ നമ്പർ കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോൾ ഇവിടുത്തെ പ്രോഡക്റ്റ് 3 കൂടി വരുന്നു അല്ലേ? അപ്പോൾ അടുത്തത് എഴുതിയാൽ എന്തെഴുതാം? 0ത്തെക്കാട്ടി താഴെയുള്ളത് -1 അപ്പോൾ -3 × -1 എന്ത് വരും? 0യുടെ കൂടെ 3 കൂടണം അല്ലേ? 0 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അടുത്തത് -3 × -1ൻ്റെ താഴെയുള്ളത് 1 കുറഞ്ഞ് -2. അപ്പോൾ എത്ര വരും? ഈ 3യുടെ കൂടെ 3 കൂടും. 3 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അടുത്തത് -3 × -3 അടുത്തൊന്ന് കുറഞ്ഞു -3 ദാറ്റ്സ് ഈക്വൽ ടു 6ൻ്റെ കൂടെ 3 കൂടണം. 6 + 3 ദാറ്റ്സ് ഈക്വൽ ടു 9. അടുത്തത് -3 × -4 ഈസ് ഈക്വൽ ടു 9ൻ്റെ കൂടെ 3 കൂടണം. 9 3 12. അപ്പോൾ -3 × -4 ഈസ് ഈക്വൽ ടു +12. ഉണ്ടോ? മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ പോസിറ്റീവാണ് കിട്ടിയത്. മേളോട്ട് നോക്കിയാൽ -3 × -3 വന്നപ്പോൾ +9. -3 × -2 +6. -3 × -1 +3. അപ്പം 2 നെഗറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവാണ് കിട്ടുന്നത്. ആ നമ്പർ സൈൻ ഇല്ലാതെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് പോസിറ്റീവ് സൈനും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് മൾട്ടിപ്ലിക്കേഷനിൽ കണ്ടത്? ആദ്യം 2 പോസിറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവാണ് സാധാരണ മൾട്ടിപ്ലിക്കേഷൻ. പിന്നെ ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവുമായാൽ നെഗറ്റീവായിരിക്കും ആൻസർ. 2 നെഗറ്റീവുകൾ ആണെങ്കിൽ, രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവാണ്. അതായത് ഒരേപോലുള്ള ചിഹ്നങ്ങളാണെങ്കിൽ, സൈനുകളാണെങ്കിൽ പോസിറ്റീവ്, വിപരീത സൈനുകളാണെങ്കിൽ, ഓപ്പോസിറ്റ് സൈൻസ് ആണെങ്കിൽ നെഗറ്റീവും ആയിരിക്കും പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ 2 പോസിറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം പോസിറ്റീവ്, 2 നെഗറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും പോസിറ്റീവ്. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവുമായാൽ നെഗറ്റീവാകും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷൻ്റെ എക്സാമ്പിൾസാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് 3 × 4 ഈസ് ഈക്വൽ ടു 12, 2 പോസിറ്റീവ് നമ്പേഴ്സ്. -3 × 4 ഈസ് ഈക്വൽ ടു -12, ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ്. 3 × -4 ഈസ് ഈക്വൽ ടു -12, പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്. -3 × -4 ഈസ് ഈക്വൽ ടു 12, പോസിറ്റീവ് 12. ഇതിൽ നിന്ന് നമുക്ക് ആ ഡിവിഷൻ്റെ എക്സാമ്പിൾ ഇതിനകത്തുനിന്ന് എഴുതാം. നമുക്കറിയാം 3 × 4 12 ആണെങ്കിൽ 12 / 3 ഈക്വൽ ടു 4 എന്ന് എഴുതരുതോ? എഴുതാം. 12 / 3 ഈസ് ഈക്വൽ ടു 4. തിരിച്ച് ഇത് എഴുതരുതോ? 12 / 4 ഈസ് ഈക്വൽ ടു 3 എന്നെഴുതാം. ഇവിടെ ഇത് -12 / -3 ഈസ് ഈക്വൽ ടു 4. -12 / -3 -12 / -3 ഈസ് ഈക്വൽ ടു 4 അല്ലേ? -12 / 4 ഈസ് ഈക്വൽ ടു -3 എന്ന് എഴുതാം.
അല്ലേ? എഴുതാം. ഇതിൽ നിന്നോ -12 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു -4. പിന്നെ -12 ഡിവൈഡഡ് ബൈ -4 ഈസ് ഈക്വൽ ടു 3 എന്നെഴുതാം. ഇവിടെ അതുപോലെ ഇത് എഴുതിയാൽ എങ്ങനെ എഴുതാം? 12 ഡിവൈഡഡ് ബൈ -3 ഈസ് ഈക്വൽ ടു -4. 12 ഡിവൈഡഡ് ബൈ -4 ഈസ് ഈക്വൽ ടു -3. ഈ മൾട്ടിപ്ലിക്കേഷനെയൊക്കെ നമുക്ക് ഈ രൂപത്തിൽ, ഡിവിഷൻ്റെ രൂപത്തിൽ നമുക്ക് എഴുതാം. ഇനി ഇതൊന്ന് നോക്കുക, അവിടുത്തെ സൈൻ്റെ എങ്ങനെ വരും എന്നുള്ളത് നോക്കുക. പോസിറ്റീവ് നമ്പേഴ്സ് ഇത് രണ്ടും പോസിറ്റീവ് ആയപ്പോൾ ഇവിടെ പോസിറ്റീവ് വന്നപ്പോൾ പോസിറ്റീവ് അല്ലേ? പോസിറ്റീവിനെ പോസിറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോസിറ്റീവ്. പിന്നെ ഇവിടെ ഇത് നെഗറ്റീവ്, -12 -3, അപ്പോഴും അവിടെ പോസിറ്റീവാണ് ആൻസർ. പിന്നെ ഇവിടെ ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. -12 ഡിവൈഡ് ബൈ -4 ഈസ് ഈക്വൽ ടു 3. ഈ 2 എക്സാമ്പിൾസ്. അവിടെ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഒരു നെഗറ്റീവിനെ നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പോസിറ്റീവാണ്, നെഗറ്റീവിനെ നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പോസിറ്റീവാണ് കിട്ടിയത്. ബാക്കി എക്സാമ്പിൾസ് നോക്കൂ. -12 ഡിവൈഡഡ് ബൈ 4 പോസിറ്റീവ്, നെഗറ്റീവിനെ പോസിറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നെഗറ്റീവ്. ഇവിടെയോ ഇത് നെഗറ്റീവാണ്, ഇത് പോസിറ്റീവാണ്, അപ്പോൾ ഇവിടെ നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവുമായിട്ട് വരുവാണെങ്കിൽ അത് നെഗറ്റീവ്. ഇവിടെയും അങ്ങനെയല്ലേ നോക്കി, നെഗറ്റീവാണ് വരുന്നത്. ഇത് പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, അപ്പോൾ ആൻസർ ഈസ് നെഗറ്റീവ്. പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ആൻസർ ഈസ് നെഗറ്റീവ്. അപ്പോൾ ഒരു പോസിറ്റീവ് നമ്പറിനെ നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് നമ്പറിനെ പോസിറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ 2 കേസിലും അപ്പോൾ അത് നെഗറ്റീവായിരിക്കും ആൻസർ. അതേസമയം രണ്ടും പോസിറ്റീവാണെങ്കിൽ ആൻസർ ഈസ് പോസിറ്റീവ്. രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ആൻസർ ഈസ് പോസിറ്റീവ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഒരേ സൈൻ ആണെങ്കിൽ ഡിവിഷൻ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും വരുന്നത്. ഡിഫറൻറ്റ് സൈൻ വന്നാൽ ഡിവിഷൻ ചെയ്യുമ്പോൾ നെഗറ്റീവ് സൈൻ ആയിരിക്കും. അപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ അതേ റൂള് തന്നെയാണ്, മൾട്ടിപ്ലിക്കേഷൻ്റെ അതേ റൂള്, സൈൻ റൂള് തന്നെയാണ് ഡിവിഷനും വരുന്നത്. ഓക്കെ. അപ്പോൾ പോസിറ്റീവിനെ പോസിറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ്, നെഗറ്റീവ് നമ്പറിനെ നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ്. പിന്നെ പോസിറ്റീവിനെ നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നെഗറ്റീവ്, നെഗറ്റീവിനെ പോസിറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നെഗറ്റീവ്. അതായത് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇന്ന് മൾട്ടിപ്ലിക്കേഷൻ്റെയും ഡിവിഷൻ്റെയും സൈൻ റൂളാണ് നമ്മൾ കണ്ടത്. അതായത് നമ്പേഴ്സ് വിത്തൗട്ട് സൈൻ നമ്മൾ ആ ക്രിയ അങ്ങ് ചെയ്യുക. രണ്ടും മൾട്ടിപ്ലിക്കേഷൻ്റെ ആയാലും ഡിവിഷൻ്റേതായാലും റൂൾ ഒന്ന് തന്നെയാണ്. അതായത് രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് തന്നെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. രണ്ടും നെഗറ്റീവ് ആയാലും പോസിറ്റീവാണ്. അത് ഒരേ സൈൻ വന്നാൽ പോസിറ്റീവ് എന്നർത്ഥം. വിപരീത സൈനുകൾ, അതായത് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവുമാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും നെഗറ്റീവായിരിക്കും. അത്രയുമാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ തുടർന്നുള്ള ഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.